ഇനി നമ്മൾ പറയാൻ പോണ കാര്യം പോത്തിനോ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ആദ്യം തന്നെ അവന്മാരെ തലഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ടേണിങ് പോയിൻ്റ് അവന്മാരെ തലഭാഗം നല്ല ചുരുളം കൊമ്പുള്ള പോത്തിനെ തന്നെ നോക്കി വാങ്ങണം. പിന്നെ വെള്ളം കൂട്ടിയിരിക്കുന്ന പോത്തിൻ്റെ കൊമ്പൊക്കെ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അവന്മാർ കുരടിച്ചിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടുണ്ട്. എത്ര തീറ്റ കൊടുത്താലും അവന്മാർ നമ്മൾ ഉദ്ദേശിക്കുന്ന വളർച്ച കിട്ടണമെന്നില്ല. പിന്നെ അവന്മാരെ തലയുടെ വീവ് അതാണ് രണ്ടാമത്തെ പ്രധാന കാര്യം. പിന്നെ അവന്മാരെ തലേന്ന് തന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് അവന്മാർ ചെവിടി നല്ല ചെവിട് കൂട്ടിയിരിക്കണം വീഡിയോ കണ്ടുവിട്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അവന്മാരെ വയറ് ചാടിയിരിക്കുന്നുണ്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ. അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ വരയുടെ പ്രശ്നം, പിന്നെ വേറെ എന്തെങ്കിലും അസുഖം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അവൻ്റെ കാലും കൈയും തമ്മിലുള്ള ഓട്ടം നീളം ശ്രദ്ധിക്കണം. പിന്നെ ഇതാണ് അവന്മാർ ഷോൾഡറിൻ്റെ ഹൈറ്റ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇത് അവന്മാരെ ബാക്ക് ഭാഗമായിട്ട് വരും. ഇതാണ് അവന്മാർ ശരിക്കും ഹൈറ്റ് പൊക്കി കാണിക്കുന്ന സംഭവം. അത് നല്ല പൊക്കത്തിലുള്ള പോത്തിനെ തന്നെ നോക്കണം. എന്നാൽ നമുക്ക് പ്രതിരോധ ശേഷിയുള്ള പോത്തിൻ്റെ ആ ഭാഗം പൊന്തി നിൽക്കും. പിന്നെ വാലിൻ്റെ ഇറക്കം, പിന്നെ കുളമ്പ് ശ്രദ്ധിക്കണം കേട്ടോ. കുളമ്പിനാണ് ഇവന്മാർക്ക് പ്രധാനമായിട്ട് പ്രശ്നങ്ങളൊക്കെ വരാം. കുളമ്പിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പണിയായിരിക്കും. പിന്നെ ഡോക്ടറെ വിളിച്ച് കുറേ കഷ്ടപ്പെടേണ്ടി വരും. ഇതൊക്കെയാണ് ഇവന്മാർ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മളെ വീട്ടിൽ വളർത്താൻ പോത്താട്ട് പോയി അധികം നമ്മൾ വീഡിയോസിലൊന്നും ഇട്ടിട്ടില്ല. കാരണം നമുക്ക് തിരക്കാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സമയം കിട്ടാറില്ല യൂട്യൂബ് വീഡിയോ ഇടാനും പറ്റും. പിന്നെ ഇവന്മാർ ചെവിട് പിടിച്ചു നോക്കണം. ചെവിട് പോത്തിന് പ്രധാനമായിട്ട് പ്രശ്നം പറ്റുന്ന ഭാഗമാണ് ചെവിട്. ചെവിടിയിൽ എപ്പോഴും പുളി ഇങ്ങനെ തങ്ങി നിൽക്കണോണ്ട് തന്നെ ഈച്ചകളൊക്കെ വന്ന് മുട്ടിയിട്ട് വഴുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇപ്പോൾ ഒരു പോത്തിനെ തിരഞ്ഞെടുത്താലും നിങ്ങളെ പോത്താനോ